ഇടാതെ ദേഷ്യത്തോടെ കാർ ഓടിക്കുന്നവനെ അജിയൊന്ന് നോക്കി. അവൻ 3 വർഷമായി മിസ് ചെയ്യുന്ന അതേ ത്രിലോക്. അജിയുടെ ഫോൺ ബെല്ലടിച്ചപ്പോഴാണ് അജി ശ്രദ്ധ തിരിച്ചത്. ഫോൺ എടുത്ത് നോക്കിയപ്പോൾ വൈദേഹിയാണ്. ഡാ വൈദേഹി, അജി മെല്ലെ പറഞ്ഞതും ത്രിലോക് അവനെ നോക്കി. അവന്റെ മുഖം മെല്ലെ ശാന്തമായി. ഫോൺ വാങ്ങാൻ കൈ നീട്ടിയപ്പോഴാണ് വേണ്ട കൈ പിൻവലിച്ച് അവൻ ഡ്രൈവിംഗ് ശ്രദ്ധിച്ചു. അജി കോൾ അറ്റൻഡ് ചെയ്യാതെ സൈലന്റാക്കി മാറ്റിവെച്ചു. ഇനി എങ്ങോട്ടാ ചോദിച്ചതും ത്രിലോക് ഒന്ന് ചിരിച്ചു. അയാൾ നമുക്കുള്ള ക്ലൂ തന്നില്ലേ, ഇന്നത്തോടെ കണക്ക് തീർത്തിട്ട് ഇവിടം വിടണം. കാർ നേരെ വെങ്കിട സിൽക്സ് ഷോറൂമിന്റെ പുതിയ ബ്രാഞ്ചിന് മുന്നിൽ നിന്നു. ത്രിലോക് ഡോർ തുറന്നിറങ്ങി ചുറ്റും നോക്കി. അജി ഒപ്പം ഇറങ്ങി. രണ്ടാളും ഉള്ളിലേക്ക് നടന്നു. മുമ്പേ വന്ന പരിചയത്തിൽ അവൻ ഏറ്റവും ടോപ്പിലേക്കാണ് പോയത്. വിചാരിച്ച പോലെ റൂമിന് മുന്നിൽ വലിയ പടതന്റെ കാവലുണ്ട്. ഇരുവശത്തുമായി നിൽക്കുന്നവരെ കണ്ട് ത്രിലോക് ഒന്ന് പുച്ഛത്തോടെ ചിരിച്ചു. ആരും അവനെ തടയാൻ ധൈര്യപ്പെട്ടില്ല. റൂമിന് മുന്നിൽ നിന്നതും ഒരാൾ ഡോർ തുറന്ന് പിടിച്ചു. ത്രിലോക് അകത്തേക്ക് കയറി. ടേബിളിന് മുമ്പിൽ ചെയറിലേക്ക് രണ്ടാളും ഇരുന്നു. വെളുത്ത ഷർട്ടും മുണ്ടും ധരിച്ച് നെറ്റിയിൽ വലിയൊരു ചുവന്ന കുറിയുണ്ട്. വെങ്കിടാചല അവരെ നോക്കി ചിരിച്ചു. എന്നെ തമ്പി, എന്നെ പാക്ക് വന്തിയാ? പക്ഷേ ഞാൻ ഉടനെ ഇറങ്ങും. ഒന്ന് അവസാനമായി കണ്ടിട്ട് പോവാമെന്ന് കരുതി, ത്രിലോക് അലസമായി പറഞ്ഞിട്ട് ചുറ്റും നോക്കി. ആമാടാ കടേസിതാ, ആന എനക്കല്ല ഉനക്ക്. വെങ്കടേഷ് ചിരിയോടെ തോക്ക് ചൂണ്ടിയതും ത്രിലോക് ഉറക്കെ ചിരിച്ചു. പൊട്ടിച്ചിരിച്ചുകൊണ്ട് അവൻ അയാളെ നോക്കി. ഉന്നയുടെ ഫോണ് ഇപ്പോൾ അടിക്കും പാര്. ത്രിലോക് കളിയാക്കി ചിരിച്ചതും വെങ്കിയുടെ ഫോണ് ബെല്ലടിച്ചു. അയാൾ ത്രിലോകിനെ നോക്കി പകപ്പോടെ ഫോൺ എടുത്തു. നോ, വെങ്കിടേഷ് അലറി. ത്രിലോക് ചിരിച്ചിട്ട് എഴുന്നേറ്റു. പറഞ്ഞതല്ലേ വെങ്കി, വേണ്ട വേണ്ടാന്ന് കേട്ടില്ലല്ലോ. തൻ്റെ കട വീണത് ഞാനൊന്നും ചെയ്തിട്ടില്ല, അതെന്തോ മിസ്റ്റേക്കാണ്. ഈ ഫസ്റ്റ് കെട്ടുന്നതില്ലേ, എന്താടാ അത്? ത്രിലോക് അജിയെ ഒന്ന് നോക്കി. അവൻ വെങ്കിയെ പുച്ഛത്തോടെ നോക്കി ചിരിക്കുകയാണ്. ആ അസ്ഥിവാരം, അത് സ്ട്രോങ് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ത്രിലോക് ചിരിച്ച് വെങ്കിയുടെ അടുത്തേക്ക് നടന്നു. അവൻ്റെ മുഖത്ത് ക്രൂരമായ ഭാവം വന്നു. ഇപ്പോഴും ഒന്നേ പറയാനുള്ളൂ, വേണ്ട, വെറുതെ എന്നെ പഴയ ത്രിലോക് ആക്കരുത്. ആക്കിയാൽ തൻ്റെ ഇപ്പോൾ ഇടിഞ്ഞു വീണ 3 ഷോപ്പിംഗ് മാളിലൊന്നും നിർത്തില്ല ഞാൻ. ഈ കടയടക്കം നിന്നെയും കത്തിക്കും. പറഞ്ഞില്ലെന്ന് വേണ്ട. ത്രിലോക് പുച്ഛിച്ചുകൊണ്ട് പുറത്തേക്ക് നടന്നു. പുറകെ അജിയും. ഇനിയും അവൻ എന്തെങ്കിലും ചെയ്താൽ അതിനുള്ള പണി അപ്പം കൊടുക്കാം. ത്രിലോക് കാറിൽ കയറി. നല്ല വിശപ്പുണ്ട്. ഇന്നലെ കണ്ട പെൺകുട്ടികൾക്ക് ക്യാഷ് വല്ലതും കൊടുത്തോ? ഇല്ല. എന്തേ? ഏയ്, അവരുടെ അച്ഛന്മാരെ കണ്ടില്ലേ, നല്ല പ്രായമായിട്ടുണ്ട്. പിന്നെ ഇവർക്ക് താഴെ എത്ര മക്കളാ? കുടുംബം പോറ്റാൻ വേണ്ടി വരുന്നവരല്ലേ. ഷോറൂം റെഡിയാവുന്നവരെ എല്ലാവർക്കും സാലറി ഇട്ടോളാൻ പറ. കുമാരസ്വാമി ICUവിലാണ്. തീർന്നില്ലേ? ഇല്ല, പാതി ജീവനോടെ കിടക്കട്ടെ. ഇനി എപ്പോഴും നാട്ടിലേക്ക്? 2 ദിവസം കൂടി ഇവിടെ നിൽക്കേണ്ടി വരും, അല്ലെങ്കിൽ ഷോറൂമിൻ്റെ വർക്ക് തീരുന്നവരെ. ഷോറൂം വർക്ക് തീരാൻ 6 മാസമെങ്കിലും പിടിക്കും. അതുവരെ വെങ്കിയെ കുറിച്ച് പേടിക്കണം. അല്ലെങ്കിൽ ഷോറൂമിൻ്റെ വർക്ക് തീരുന്നവരെ നീ ഇവിടെ നിൽക്ക്. ഓ നോ, എനിക്കിവിടുത്തെ ഫുഡൊന്നും പിടിക്കില്ല. അജി മുഖം തിരിച്ചു. എന്തായാലും നമുക്ക് 2 ദിവസം കൂടി കഴിഞ്ഞിട്ട് പോവാം. വൈദ്യുവിനെ കുറിച്ചുള്ള ടെൻഷൻ ഉണ്ടെങ്കിലും തൻ്റെ ബിസിനസ്സിനെ കുറിച്ചുള്ള ഭയവും അവനിൽ ഉടലെടുത്തു. അജിയൊന്ന് മൂളി. റൂമിൽ പോയി രണ്ടാളും ഇതായപ്പോഴേക്കും അജയ് ഓർഡർ ചെയ്ത ഫുഡ് വന്നു. ഫുഡ് കഴിച്ച് രണ്ടാളും ഒന്ന് കിടന്നു. പിന്നെ എഴുന്നേറ്റത് വൈകുന്നേരം 5 മണിക്കാണ്. TV വെച്ച് നോക്കിയപ്പോൾ അതിലും വെങ്കീസ് മാളിൻ്റെ പതനം തന്നെയാണ് വാർത്ത. ത്രിലോകും അജിയും വേഗം റെഡിയായി. ആദ്യം എങ്ങോട്ടാ? ഇറങ്ങുമ്പോൾ അജി ചോദിച്ചു. ചെന്നൈ വന്നിട്ട് ഒരു DJ കാണാതെ പോകാൻ പറ്റുമോ? ത്രിലോക് കാറിൽ കയറുമ്പോൾ ചിരിച്ചു. അജിയൊന്ന് മൂളി. പോക്ക് തന്നെയുള്ളൂ, ഒറ്റൊരുത്തിയെ കൊണ്ട് ദേഹത്തെ തൊടിയിക്കില്ല തെണ്ടി. അജി പിറുപിറുത്തു. നീ എന്തേലും പറഞ്ഞോ? ഏയ് ഇല്ലല്ലോ. ത്രിലോക് അതിന് ഒന്ന് ചിരിച്ചേയുള്ളൂ. DJ പാർട്ടി ആഘോഷം കഴിഞ്ഞിട്ട് വളരെ വൈകിയാണ് രണ്ടാളും വന്ന് കിടന്നത്. അതിനിടയ്ക്ക് വെങ്കി എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടോ എന്ന് അന്വേഷിച്ചു. അങ്ങനെയൊന്നും ഇല്ലെന്ന് അറിഞ്ഞപ്പോഴാണ് ത്രിലോക് മദ്യപിച്ചത്. എന്നാൽ പൂർണ്ണമായി തള്ളിക്കളയാൻ പറ്റില്ല. വെങ്കിയെ സൂക്ഷിക്കണം. രാത്രി നല്ലപോലെ ഉറങ്ങുമ്പോഴാണ് ഫോൺ ബെല്ലടിച്ചത്. അജയ് വിളിച്ചിട്ട് എഴുന്നേറ്റില്ല. ഏതവനെ ഈ നേരത്ത്? ഒന്ന് പ്രാഗിയാണ് ഫോൺ അറ്റൻഡ് ചെയ്തത്. ആരാണെന്ന് പോലും നോക്കാതെ ചെവിയോട് ചേർത്തു. ഹലോ. പതിഞ്ഞ സ്വരം കേട്ട് ത്രിലോകിൻ്റെ ഉറക്കം പോയി. വിഴിഞ്ഞു നിന്ന കണ്ണുകൾ വെട്ടി തുറന്നു. ഫോണിലേക്ക് വേഗം നോക്കി. സ്വപ്നമല്ല, സമയം 12 കഴിഞ്ഞിരിക്കുന്നു. എന്താ വൈദേഹി, എന്താ ഈ സമയത്ത്? ത്രിലോകിന് ആദ്യമായി ഭയം തോന്നി. ഞാൻ കുറേയായി വിളിക്കുന്നു, ആരും എടുക്കുന്നില്ല. അത് ഞാൻ കുറച്ച് ബിസിയായിരുന്നു. ഞാനൊരു ചീത്ത സ്വപ്നം കണ്ടു ഉച്ചയ്ക്ക്. വല്ലാത്ത ഭയം തോന്നി. എന്ത് സ്വപ്നം? അവൻ്റെ നെറ്റി ചൊളിഞ്ഞു. അത് ആർക്ക്? അവൻ്റെ മുഖത്ത് ഗൗരവം നിറഞ്ഞു. അത് നിങ്ങളെ.
നിങ്ങളെയോ? എന്നെയും അജിയുമാണോ? അജിയേട്ടനെയല്ല. വൈദേഹി എന്തു പറയുമെന്ന് അറിയാതെ വിക്കി. ത്രിലോകിൻ്റെ മുഖത്ത് ഭാവവ്യത്യാസം. പിന്നെ ആരെയാ? ത്രിലോക് ചിരി കടിച്ചു പിടിച്ചു. കണ്ണിൽ കുസൃതി നിറഞ്ഞു. അത് പിന്നെ അത് ഒന്ന് വേഗം വരൂ. വൈദുവിൻ്റെ സ്വരം ദയനീയമായി. വരാം. വൈദു ഫോൺ കട്ടാക്കി. ത്രിലോക് ഫോൺ എടുത്ത് മാറ്റി ചിരിയോടെ ബെഡിലേക്ക് ഇരുന്നു. പെണ്ണ് വിളിച്ച് ഉറക്കം പോയി. വേഗം ബാഗ് പാക്ക് ചെയ്തു. അജി പാതി ഉറക്കത്തോടെ ബാഗ് പാക്ക് ചെയ്യുന്നുണ്ട്. ത്രിലോക് ആണെങ്കിൽ പെട്ടെന്ന് റെഡിയായി. അജി പതുക്കെ തെറി പറയുന്നുണ്ട്. ത്രിലോക് ചിരിച്ചു തള്ളി. എയർപോർട്ടിൽ വെയിറ്റ് ചെയ്യാനുള്ള ക്ഷമ പോലും കിട്ടുന്നില്ല. ഫ്ലൈറ്റിലിരിക്കുമ്പോഴും അങ്ങനെ തന്നെ. വീട്ടിലെത്തിയപ്പോൾ പുലർച്ചെ. അധികം വൈകിയില്ല. കോളിംഗ് ബെൽ അടിച്ച് പുറത്ത് നിൽക്കുമ്പോൾ ക്ഷമ കേട്ടു. ഡോർ തുറന്നത് സുമച്ചിറ്റിയാണ്. ഉറക്കം വന്ന കണ്ണുകളിൽ അവനെ കണ്ടപ്പോൾ സന്തോഷം കൊണ്ട് വിടർന്നു. മോനു വാ. സുമ കണ്ണു തിരുമ്പി. ത്രിലോക് ചുറ്റും നോക്കിക്കൊണ്ട് അകത്തേക്ക് കയറി. പുറകെ അജിയും. അജി ഹാളിലെത്തിയപ്പോൾ തന്നെ സോഫയിലേക്ക് കമിഴ്ന്നു വീണു. മോള് റൂമിലുണ്ട്. സുമ അവൻ ചുറ്റും നോക്കുന്ന കണ്ടപ്പോൾ പറഞ്ഞു. ചിറ്റ പോയി കിടന്നു. ത്രിലോക് ഡോറടിച്ച്. സുമ വൈദ്യുവിൻ്റെ മുറിയിലേക്ക് പോകുന്നതുകൊണ്ട് അവൻ്റെ നെറ്റി ചുളിഞ്ഞു. ഇനി കാണാനും പറ്റില്ല. അവനൊന്ന് നിശ്വസിച്ച് തൻ്റെ മുറിയിലേക്ക് നടന്നു. ഡോർ തുറന്നപ്പോൾ അകത്തെ കാഴ്ച കണ്ട് കാലുകൾ നിശ്ചലമായി. ബെഡിൽ ചാരിയിരുന്നുറങ്ങുന്ന വൈദേഹി. ഹെഡ് ബോർഡിൽ ചാരിയാണ് ഇരിക്കുന്നത്. കയ്യിൽ ഫോണുമുണ്ട്. ത്രിലോക് ശബ്ദമുണ്ടാക്കാതെ ഡോറടിച്ച് അവളുടെ അടുത്തേക്ക് ചെന്നു. നിഷ്കളങ്കമായി ഉറങ്ങുന്നവളെ തന്നെ നോക്കി നിന്നു. ചുണ്ടിന് താഴെ താടിയിൽ വലതുഭാഗത്ത് ഒരു ചെറിയ പൊട്ടുപോലെ കാക്കപ്പുള്ളിയുണ്ട്. നീണ്ട കണ്ണുകളും കട്ടിപ്പുരികങ്ങളും നീണ്ട മൂക്കും. വല്ലാത്ത സൗന്ദര്യം തന്നെയാണ്. സിമ്പിളായ മേക്കപ്പേ ചെയ്യൂ. ത്രിലോക് ശബ്ദമുണ്ടാക്കാതെ കയ്യിലിരിക്കുന്ന ഫോൺ എടുത്ത് നോക്കി. തൻ്റെ വാട്സപ്പ് DP ആണ് എടുത്തു വെച്ചിരിക്കുന്നത്. അവൻ്റെ മനസ്സിൽ സന്തോഷത്തിൻ്റെ ഒരു സ്ഫോടനം തന്നെ നടന്നു. എത്ര പുഞ്ചിരിക്കാൻ ശ്രമിച്ചിട്ടും അടക്കി നിർത്താൻ കഴിയുന്നില്ല. സന്തോഷം അടക്കാൻ കഴിയാതെ അവൻ ഫോണ് ടേബിളിൽ വെച്ച് അവളെ മെല്ലെ നേരെ കിടത്തി. AC ഓൺ ചെയ്ത് ബ്ലാങ്കറ്റ് പുതപ്പിച്ചു. പിന്നെ ഒരു പുതപ്പെടുത്ത് താഴെ വിരിച്ച് അവളെ കാണാൻ പറ്റുന്ന രീതിയിൽ അവനും കിടന്നു. രാവിലെ വൈദ്യു എഴുന്നേൽക്കുമ്പോൾ ഒരുപാട് വൈകിയിരുന്നു. രാവിലെ ചായ വെച്ചിട്ട് സുമിച്ചിട്ട് പോവും. ഇന്നലെ പിന്നെ നല്ല വയറുവേദനയായിരുന്നു. ഡേറ്റ് കഴിഞ്ഞാൽ പിന്നെ ആദ്യത്തെ 2 ദിവസം നല്ല വയറുവേദനയാണ്. ഇന്നലെയാണ് പീരീഡ്സ് ആയത്. വേദന സഹിക്കാൻ കഴിയാതെയാണ് ഉച്ചയ്ക്ക് കിടന്ന് മയങ്ങിയത്. അപ്പോൾ കൊണ്ട സ്വപ്നം കണ്ട് വേഗം ഞെട്ടി എഴുന്നേറ്റു. തൻ്റെ കഴുത്തിൽ കിടക്കുന്ന താലിയുടെ അവകാശിയാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ പിന്നെ ഉറക്കം വന്നില്ല. അപ്പോൾ തന്നെ വിളിച്ച് എത്ര തവണ മാറി മാറി വിളിച്ചിട്ടും അറ്റൻഡ് ചെയ്തില്ല. തിരിച്ച് വിളിച്ചതുമില്ല. രാത്രി എടുക്കുമ്പോൾ അതേ സ്വപ്നം വീണ്ടും കണ്ടു. അത് തന്നെ ആലോചിച്ച് കിടന്നിട്ടാവുമെന്ന് കരുതി. എന്നാൽ പിന്നെ ഉറക്കവും വന്നില്ല. രണ്ടും കൽപ്പിച്ചാണ് അപ്പോൾ വിളിച്ചത്. അപ്പോൾ വെറുതെ പൊട്ടം കളിക്കാൻ നിൽക്കുന്നു. എൻ്റെ അവസ്ഥ ആരോട് പറയും? അലമാര തുറന്ന് ഒരു ചുരിദാർ എടുത്തു. സുമച്ചിട്ട് അറിയാതിരിക്കാൻ ഡ്രസ്സെല്ലാം ആളുടെ റൂമിൽ കൊണ്ടുവച്ചു. വേറെ വേറെയാണ് കിടക്കുന്നത് അറിഞ്ഞാൽ പിന്നെ അത് മതി അമ്മയുടെ ചെവിയിലെത്താൻ. ചുരിദാർ കയ്യിൽ പിടിച്ച് ടർക്കി ഇന്നലെ വാങ്ങിയ സ്റ്റേപ്ലർ ഒരെണ്ണം എടുത്ത് ബാത്റൂമിൻ്റെ ഡോർ തള്ളി അകത്തേക്ക് കയറി. എന്നാൽ ഉള്ളിൽ നിൽക്കുന്ന ആളെ കണ്ട് അലറിക്കൊണ്ട് പിന്മാറി. കയ്യിലിരിക്കുന്ന ഡ്രസ്സും സ്റ്റേപ്ലറും നിലത്തേക്ക് വീണു. വെള്ളം നനഞ്ഞു. ഒരു ടർക്കി മാത്രം കൊടുത്തവൻ ചുണ്ടിൽ വിരൽ വെച്ചു. ഷൂ അലറല്ലേ? വൈദ്യുവിനെ ചുമരിനോട് ചേർത്ത് നിർത്തിയവൻ. ഡാ എന്താടാ ശബ്ദം? അജി പുറത്തുനിന്ന് റൂമിൻ്റെ ഡോറിൽ തട്ടി. ത്രിലോക് തലയിൽ കൈവച്ചു. മോളെ എന്താ ശബ്ദം കേട്ടത്? സുമച്ചിറ്റിയാണ്. ചിറ്റ പോയിട്ടില്ലേ? പകച്ചു നിൽക്കുന്ന വൈദ്യുവിൻ്റെ ചിന്ത അങ്ങനെയും പോയി. ഒന്നുമില്ല ചിറ്റേ. വൈദ്യു എന്തുകൊണ്ട് പേടിച്ചതാ? ത്രിലോക് ഉറക്കെ പറഞ്ഞതും ഡോറിലുള്ള തട്ട് നിന്നു. ചുമരിനോട് ചേർത്ത് നിർത്തി. അവളുടെ അരികെ തന്നെയാണ് നിൽക്കുന്നത്. നഗ്നമായ അവൻ്റെ നെഞ്ചിൽ അവളുടെ നിശ്വാസം അടിക്കുന്ന അത്ര അടുത്ത്. അവളുടെ മേച്ചുള്ള നോട്ടവും നിൽപ്പും കണ്ടപ്പോൾ ത്രിലോക് വേഗം പിന്നിലേക്ക് മാറി. സോറി. ത്രിലോക് വേഗം ബാത്റൂം ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. അവനിൽ നിന്നും വമിക്കുന്ന സോപ്പിൻ്റെ ഗന്ധം അവൻ പോയിട്ട് അവിടെ തന്നെ തങ്ങി നിൽക്കുന്ന പോലെ തോന്നി അവൾക്ക്. മിടിപ്പ് കൂടുന്ന നെഞ്ചിനെ ശാന്തമാക്കാൻ കഴിയാതെ അവൾ ചുമരിനോട് ചാരി നിന്നു. അല്പസമയം കഴിഞ്ഞ് മറ്റൊരു ഡ്രസ്സ് എടുക്കാൻ റൂമിലേക്ക് ചെന്നപ്പോൾ ആൾ അവിടെയൊന്നുമില്ല. വൈദ്യു മറ്റൊരു ഡ്രസ്സും സ്റ്റേപ്ലറും എടുത്ത് വീണ്ടും ബാത്റൂമിൽ കയറി. കുളി കഴിഞ്ഞിറങ്ങി റൂമിന് പുറത്തേക്ക് ഇറങ്ങി. ഗൗരവമായ മുഖത്തോടെ ലാപ്ടോപ്പ് ടേബിളിൽ വെച്ച് അതിലേക്ക് തന്നെ ശ്രദ്ധിച്ചിരിക്കുന്നുണ്ട്. സുമച്ചിറ്റിയും മോളും അടുക്കളയിലുണ്ട്. സുട്ടു ഇന്ന് നേരത്തെയാണല്ലോ. സുമയുടെ മകൾ ശ്രുതിയുടെ തലയിൽ വൈദ്യൊന്ന് തലോടി. ദോശ ചുട്ട് എടുക്കുന്നതിനിടയിൽ സുമ ഒന്ന് ചിരിച്ചു. ഞാൻ പോവട്ടോ കുഞ്ഞെ, നിന്റെ പാപ്പൻ വിളിച്ചിരുന്നു. പാപ്പനും ചിറ്റിയും പിരിഞ്ഞിരിക്കുന്നത് ആദ്യമായാണ്. ആദ്യം തനിക്ക് വേണ്ടി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ ത്രിലോ വൈദ്യുവിനെ ഒന്ന് നോക്കി. അവൻ നോക്കുന്നേ കണ്ടതും പരിഭ്രമത്തോടെ അവൾ മുഖം തിരിച്ചു. വൈദ്യു കഴിക്കണില്ലേ?
വൈദു പരിഭ്രമത്തോടെ ചുറ്റും നോക്കി. ഒന്ന് മൂളി. എന്തോ അങ്ങനെ വിളിക്കുമ്പോൾ എന്തോ പോലെ. ത്രിലോക എല്ലാവരോടും യാത്ര പറഞ്ഞ് ഓഫീസിലേക്ക് ഇറങ്ങി. അജിയും കുറച്ചു കഴിഞ്ഞ് സുമചിറ്റിയുടെ കയ്യിൽ കുറച്ച് പൈസ കൊടുത്തു. മറ്റന്നാൾ സൊട്ടുവിനെ ഹോസ്പിറ്റലിൽ കാണിക്കണം. സുമ സന്തോഷത്തോടെ ആ പൈസ നിരസിച്ചു. വേണ്ട മോളെ, മോൻ രാവിലെ തന്നെ കുറച്ച് പൈസ തന്നു. മോളുടെ ഭാഗ്യമാ മോനെ കിട്ടിയത്. സുമ കയ്യിൽ പിടിച്ചു പറഞ്ഞപ്പോൾ വൈദു ഒന്ന് ചിരിച്ചു. അവൾ എന്ത് കണ്ടാ പേടിച്ചത്? കാറിൽ പോകുമ്പോൾ അജിയുടെ ആക്കിയുള്ള ചോദ്യം. എനിക്കെങ്ങനെ അറിയാം? നുണ പറഞ്ഞ് കൈമലർത്തേണ്ടി വന്നു. അല്ല, ആരെ ഈ വഹിച്ചു? തെണ്ടി വിടാനുള്ള മട്ടില്ല നിന്റെ മറ്റവൾ. അവള് ത്രിലോക് പറഞ്ഞതും അജി ചെവി പൊത്തി. വേണ്ടായിരുന്നു. വർക്ക് ചെയ്ത് തീർക്കാൻ മുൻപത്തേക്കാളും സ്പീഡ് തോന്നി. വീട്ടിലെത്തണം, അവളെ കാണണം. അതിനു വേണ്ടിയാണ് മനസ്സ് പറയുന്നത്. ശരീരം അനുസരിക്കുന്നു. വർക്കെല്ലാം തീർക്കാൻ പറ്റിയില്ല. ബാക്കി നാളത്തേക്ക് പെൻഡിങ് ആക്കി. 6:30 ആയപ്പോഴേക്കും ഇറങ്ങി. കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ പുറത്തേക്ക് ആളെ കണ്ടില്ല. സാധാരണ കാറിൻ്റെ ശബ്ദം കേട്ടാൽ ഡോർ തുറന്നു വരുന്നതാണ്. ഡോർ തുറന്ന് ഉള്ളിലേക്ക് കയറി. സോഫയിൽ കിടന്ന് മയങ്ങുന്നുണ്ട് കക്ഷി. ടിവിയിൽ ഏതോ സീരിയൽ ഓടുന്നുണ്ട്. ത്രിലോകം ഒന്ന് പുഞ്ചിരിച്ച് പിന്നെ ഫ്രഷായി വന്നു. അപ്പോഴേക്കും അതേ കിടപ്പ് തന്നെ. വൈദേഹി ഒന്ന് തട്ടി വിളിച്ചതും മുഖം ചുളുക്കി കണ്ണുകൾ തുറന്നു. അവനെ കണ്ടതും ചാടി എഴുന്നേറ്റു. പിന്നെ വയറ് അമർത്തി പിടിച്ചു. എന്തു പറ്റി? അവളുടെ ഓരോ കാട്ടായങ്ങൾ കണ്ട് ത്രിലോക സംശയത്തോടെ ചോദിച്ചു. അത് വയ്യ, വയറ് വേദനിക്കുന്നു. വയറ് നിൽക്കാൻ കഴിയാതെ സോഫയിലേക്ക് തന്നെ ഇരുന്നു. എന്താ, ഡോക്ടറെ കാണിക്കണോ? വേണ്ട, മാറിക്കോളും. വൈദു വയറമർത്തി പിടിച്ച് അവിടെ തന്നെ ഇരുന്നു. അവൾ സമയം നോക്കിക്കൊണ്ട് മെല്ലെ എഴുന്നേറ്റു. ഞാനൊന്ന് ഫ്രഷ് ആവട്ടെ. ത്രിലോക് തലയാട്ടി. വൈദു മെല്ലെ നടന്ന് ഡോറി പിടിച്ച് വീഴാൻ പോയപ്പോൾ ത്രിലോക് അടുത്തേക്ക് ചെന്നു. അപ്പോഴേക്കും അവൾ ബാത്റൂമിലേക്ക് കയറി. കിച്ചണിൽ പോയി നോക്കിയപ്പോൾ കഴിക്കാൻ ഒന്നുമില്ല. ഫുഡ് ഓർഡർ ചെയ്യട്ടെ? കുളിച്ചിറങ്ങിയതും അവൻ ചോദിക്കുന്നതിട്ട് അവൾ മുഖം ചുളുക്കി. അത് മനസ്സിലായ പോലെ അവൻ എഴുന്നേറ്റു. നടക്കാൻ പറ്റുമോ തനിക്ക്? വൈദു തലയാട്ടി. അവൻ വേഗം കാറിൻ്റെ കീയെടുത്തു. വാ, അവളെ വിളിച്ചുകൊണ്ട് അവൻ പുറത്തേക്ക് ഇറങ്ങി. ഒരു സാധാ ടോപ്പും പലാസിയുമാണ് വേഷം. ത്രിലോകാണെങ്കിൽ ബ്ലാക്ക് ഷോർട്ട്സും വൈറ്റ് ലൂസ് ബനിയനും. കാറ് ഗേറ്റ് കടന്ന് പുറത്തേക്ക് ഇറങ്ങി. ഗേറ്റ് പൂട്ടി വൈദു കാറിൽ കയറി. നേരെ പോയത് നല്ല തിരക്കുള്ള തട്ടുകടയിലേക്കാണ്. അത് കണ്ടതും വൈദുവിൻ്റെ ചുണ്ടിൽ ഒരു ചിരി വിരിഞ്ഞു.